LDF കൂടുതൽ വോട്ടുകൾ നേടി. പല സ്ഥലങ്ങളിലും കോൺഗ്രസും CPM-ഉം BJP-യും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമുണ്ടായെന്നും മുഖ്യമന്ത്രി പറയുന്നുണ്ട്. ചില കണക്കുകൾ ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകൾ പറഞ്ഞത്. മറ്റൊന്ന് സോണിയാഗാന്ധിയുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയും സോണിയാഗാന്ധിയും ഒക്കെയുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രചരിപ്പിച്ച ചില ഫോട്ടോകളുമായി ബന്ധപ്പെട്ടാണ്. അടൂർ പ്രകാശും ബെന്നി ബെഹ്റാൻ MP-യും ഒക്കെ ഇക്കാര്യത്തിൽ വിശദീകരണം നൽകണം. ഏറ്റവും വലിയ സുരക്ഷയുള്ള നേതാവിനൊപ്പം ഇവർക്കൊക്കെ എങ്ങനെ ഫോട്ടോ എടുക്കാൻ കഴിഞ്ഞു എന്ന ചോദ്യം, ഗോവർദ്ധനും മറ്റും ഫോട്ടോ എടുക്കാൻ കഴിഞ്ഞു എന്ന ചോദ്യം മുഖ്യമന്ത്രി ഉന്നയിക്കുന്നതും വളരെ ഗൗരവമുള്ള ഒരു കാര്യം തന്നെയാണ്, സംശയമില്ല. പാട്ട് വന്നപ്പോൾ പോറ്റിയെ കേറ്റിയെ എന്ന പാട്ടുമായി ബന്ധപ്പെട്ട് പാട്ട് വന്നപ്പോൾ കേസെടുത്തു. നിയമത്തിൻ്റെ വഴിക്ക് പോകും, അന്വേഷണമൊക്കെ അതിൻ്റെ വഴിക്ക് പോകുമെന്നാണ് പറയുന്നത്. ഗവർണറുമായി ഒത്തുതീർപ്പിന് പോയ താനല്ല, ഗവർണർ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടത് പ്രകാരമാണ് VC നിയമനത്തിൽ ഒത്തുതീർപ്പിന് പോയത് എന്ന പ്രധാനപ്പെട്ട ഒരു മറുപടിയും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. VV അരുൺ വിവരങ്ങളുമായി ചേരുകയാണ്. അരുണ്, പ്രധാനപ്പെട്ട പല വിഷയങ്ങളിലും മറുപടി പറഞ്ഞാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത്. തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ചില പ്രഖ്യാപനങ്ങളും അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നിലപാടുകളും പ്രഖ്യാപിക്കുന്നതായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇന്നത്തെ വിശദമായ വാർത്താ സമ്മേളനം. ഏറ്റവും പ്രധാനപ്പെട്ടത് സംഘപരിവാറിനും അതുപോലെ കേന്ദ്ര സർക്കാരിനുമെതിരെ മുഖ്യമന്ത്രി അതിശക്തമായ വിമർശനം നടത്തി എന്നുള്ളതാണ്. അത് കഴിഞ്ഞ കുറെ നാളുകളായി സർക്കാർ BJP ഡീലുണ്ട്, മുഖ്യമന്ത്രിയും കേന്ദ്ര സർക്കാരും വലിയ ഡീലുണ്ടെന്ന ആരോപണങ്ങൾ നിലനിൽക്കുമ്പോഴാണ് സംഘപരിവാറിനെതിരെ, അത് ക്രിസ്മസ് കാരൽ ഉൾപ്പെടെയുള്ള സംഭവങ്ങളിൽ അതിനെതിരെ ആക്രമണം അടക്കമുള്ള വിഷയങ്ങളിൽ എടുത്തു പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇത്തരമൊരു കടുത്ത വിമർശനം സംഘപരിവാറിനെതിരെ കേന്ദ്രം സംസ്ഥാനത്തെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കാൻ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കൊണ്ടാണ് അത്തരമൊരു വിമർശനം കേന്ദ്ര സർക്കാരിനും BJP-ക്കുമെതിരെ മുഖ്യമന്ത്രി ഉന്നയിച്ചത്. ഒരു കാര്യം വളരെ പ്രസക്തമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ന്യൂനപക്ഷങ്ങളുമായി അത്ര നല്ല ബന്ധത്തിലല്ല ഇടതുമുന്നണി ഉള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലും ന്യൂനപക്ഷങ്ങൾ ഇടതുമുന്നണിക്കെതിരായി വോട്ട് ചെയ്തു എന്ന വികാരമുണ്ട്. അവിടെ അതുകൂടി പരിഗണിച്ചു വേണം മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിലെ ഈ കേന്ദ്ര സർക്കാർ സംഘപരിവാർ വിമർശനങ്ങളെ കാണേണ്ടത്. മറ്റൊരു കാര്യമുള്ളത് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റാണ്. നമുക്കറിയാം, ഒരു സർക്കാരിന്റെ ആധികാരിക രേഖയായി പലപ്പോഴും കണക്കാക്കുന്നത്, ഒരു പൌരത്വ രേഖയായി കണക്കാക്കുന്ന ആധാർ ഉൾപ്പെടെയുള്ള കേന്ദ്ര സർക്കാർ നൽകുന്ന ഡോക്യുമെന്റുകളാണ്. പക്ഷേ ഇവിടെ അതിനും അപ്പുറത്തേക്ക് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് നൽകാൻ സംസ്ഥാന സർക്കാർ തയ്യാറെടുക്കുന്നു. അത് മുഖ്യമന്ത്രി ഒന്നുകൂടി വിശദീകരിക്കുമ്പോൾ വ്യക്തമായി പറയുന്നുണ്ട്. പൌരത്വം തെളിയിക്കുന്നതിന്റെ ഭാഗമായി കൂടിയാണ്. അതായത് പലയിടത്തും ഇത്തരം ആധാർ കാർഡ് ഉൾപ്പെടെയുള്ള കേന്ദ്രം നൽകുന്ന രേഖകളുണ്ടെങ്കിലും പൌരത്വം തെളിയിക്കുക എന്ന വലിയ ഒരു ബുദ്ധിമുട്ടിലേക്ക് ജനങ്ങൾ പോകുന്നുണ്ട്. സംസ്ഥാന ജനങ്ങളെ അതിൽ നിന്ന് ഒഴിവാക്കുക, രക്ഷപ്പെടുത്തുക ലക്ഷ്യം കൂടിയാണ് ഈ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്. അതായത് പൌരത്വവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം അരക്ഷിത ബോധമുള്ളത് സംസ്ഥാനത്തെ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങളാണ്. അവരെ ഒന്നുകൂടി ചേർത്ത് നിർത്തുക എന്ന ലക്ഷ്യം കൂടി മുഖ്യമന്ത്രിയുടെ ഈ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് പ്രഖ്യാപനത്തിലുണ്ട് എന്ന് വ്യക്തമാണ്. ഗവർണറുമായി ഒരു ഒത്തുതീർപ്പിനുമില്ല എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നു. ഗവർണറുമായി ഒത്തുതീർപ്പല്ല, അത് സംസ്ഥാനത്തെ സർവകലാശാലകളിൽ സമാധാനപരമായ അന്തരീക്ഷം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ അവിടുത്തെ വിദ്യാർത്ഥികളും അതുമായി ബന്ധപ്പെട്ട നിരവധി ഭൂരിഭാഗം ആളുകളാണ്. അവർക്ക് കൂടി വേണ്ടിയാണ് അത്തരമൊരു സമവായത്തിൽ എത്തിച്ചേർന്നത്. അതിനപ്പുറത്തേക്കുള്ള രാഷ്ട്രീയ മാനങ്ങൾ അതിനില്ല എന്നാണ് മുഖ്യമന്ത്രിയുടെ വിശദീകരണം. മറ്റൊന്ന്, ഇടതു മുന്നണിയെ ഏറ്റവും അധികം പ്രതിരോധത്തിലാക്കിയ ശബരിമല സ്വർണ്ണക്കൊള്ളയാണ്. സ്വർണ്ണക്കൊള്ളയിൽ പ്രതിരോധത്തിലാകുമ്പോൾ, സർക്കാരും CPM പ്രതിരോധത്തിലാകുമ്പോൾ അന്വേഷണ തലത്തിൽ മാത്രമാണ് ഇതുവരെ മുഖ്യമന്ത്രി മറുപടി പറയുന്നത്. പക്ഷേ ഇന്ന് അദ്ദേഹം കടന്നാക്രമിക്കുകയാണ്, മറുപടി നൽകുകയാണ്. കോൺഗ്രസിന്റെ ആക്രമണങ്ങൾക്ക് കോൺഗ്രസ് നേതാക്കളെ കൂടി പ്രതിസ്ഥാനം നിർത്തിക്കൊണ്ട് ആക്രമണം നടത്തുകയാണ് മുഖ്യമന്ത്രി. അക്ഷരാർത്ഥം തിരിച്ചടിക്കുകയാണ് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി ചെയ്യുന്നത്. അത് വരും ദിവസങ്ങളിൽ CPM ഇടതുമുന്നണിയും ഏറ്റെടുക്കുമെന്ന് ഉറപ്പാണ്. സോണിയാഗാന്ധി ഇവിടെ തെരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ട് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി സമ്മതിക്കാത്ത ഒരു കാര്യം മുഖ്യമന്ത്രി പറഞ്ഞു, അരുൺ. അത് തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശബരിമലയും കാരണമായേക്കാം എന്നാണ്. പല കാരണങ്ങളുണ്ട്, അതിലൊന്ന് ശബരിമലയാണ് എന്നുകൂടി മുഖ്യമന്ത്രി പറഞ്ഞതും ശ്രദ്ധേയമായി. തീർച്ചയായിട്ടും വളരെ കൃത്യമാണ് ആ നിരീക്ഷണം, വളരെ കൃത്യമാണ്. മുഖ്യമന്ത്രി പറഞ്ഞു തുടങ്ങുമ്പോൾ നമ്മൾ സ്വാഭാവികമായും കരുതിയത് ശബരിമല തിരിച്ചടിയായില്ല. അത് MV ഗോവിന്ദൻ CPM-ന്റെ ഈ തെരഞ്ഞെടുപ്പ് അവലോകനത്തിനായി ചേർന്ന തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം ചേർന്ന ആദ്യ സംസ്ഥാന സെക്രട്ടറി യോഗത്തിന്റെ ശേഷം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതുപോലെ ഈ പന്തളത്ത് ഫലം കണ്ടില്ലേ, കൊടുങ്ങല്ലൂരിൽ ഫലം കണ്ടില്ലേ തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞാണ് മുഖ്യമന്ത്രി മുന്നോട്ട് വന്നത്. പക്ഷേ അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, വ്യത്യസ്ത കാരണങ്ങളുണ്ടാകാം ഈ തിരിച്ചടിക്ക്, അതും ഒരു കാരണമാകാം, ശബരിമലയും ഒരു കാരണമാകാമെന്ന് മുഖ്യമന്ത്രി തുറന്നു സമ്മതിക്കുന്നു. അതിന്റെ പരിശോധനയാണ് ഇപ്പോൾ CPM ഉള്ളത്. പല തലങ്ങളിൽ പരിശോധന നടക്കുകയാണ്. ശബരിമല ഒരു പരിധിവരെയെങ്കിലും
തിരിച്ചടിയായെന്ന് സമ്മതിക്കുന്നതാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാർത്താ സമ്മേളനം. അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശബരിമലയെ ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിലപാട് പ്രഖ്യാപനം. ശബരിമലയിലെ പോറ്റിയെ കയറ്റിയ പാട്ടിനെതിരെയുള്ള കേസൊക്കെ പറയുമ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് അത് ഇത്തരം കാര്യങ്ങളെ കേസ് കൊണ്ട് നേരിടുക തങ്ങളുടെ ശൈലിയല്ല, അതുകൊണ്ടാണ് സ്വാഭാവിക പരാതി വന്നപ്പോൾ കേസെടുത്തു, പിന്നീട് സർക്കാർ നിലപാടനുസരിച്ച് കേസുമായി മുന്നോട്ട് പോകേണ്ട തീരുമാനിച്ചു. വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയം ഈ രണ്ട് കാര്യങ്ങളിലുമുണ്ട്. ശബരിമല വിഷയം തിരിച്ചടിയായി എന്ന് സർക്കാർ അല്ലെങ്കിൽ മുഖ്യമന്ത്രി അംഗീകരിക്കുകയാണ്. സിപിഎമ്മിന്റെ സംസ്ഥാന നേതൃത്വം പറഞ്ഞ നിലപാടല്ല പിന്നീട് ജില്ലാ കമ്മിറ്റികളിൽ ചർച്ച വരുമ്പോൾ ഉള്ളത്. വലിയ രീതിയിൽ തിരിച്ചടിച്ചു ജില്ലാ കമ്മിറ്റികളിൽ നേതാക്കൾ അഭിപ്രായപ്പെടുമ്പോൾ അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രതികരണം ഭാഗികമായെങ്കിലും ശബരിമല തിരിച്ചടിയായെന്ന് സമ്മതിക്കുകയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. സിപിഎമ്മിന്റെ പൊളിറ്റ് ബ്യൂറോ അംഗം കൂടി ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായും സിപിഎമ്മിന്റെ അവലോകന റിപ്പോർട്ടിലൊക്കെ ഇക്കാര്യത്തിൽ ഇതിന്റെ ഒരു സ്വാധീനം കൂടി ഉണ്ടാകാൻ ഇടയുണ്ട് എന്നതും വ്യക്തമാണ്. ശബരിമലയിൽ ഇതുവരെ പ്രതിരോധത്തിലായിരുന്നുവെങ്കിൽ അങ്ങനെ പ്രതിരോധിച്ചു നിൽക്കാനല്ല, ഇനി കടന്നാക്രമിക്കാൻ കൂടി നേരത്തെ തന്നെ സിപിഎമ്മിന്റെ ചില നേതാക്കളെങ്കിലും കോൺഗ്രസുമായി ബന്ധമുള്ള ആളുകൾ സ്വർണ്ണക്കൊള്ളയിൽ പങ്കുള്ള ഉദ്യോഗസ്ഥരുടെ കോൺഗ്രസ് ബന്ധം നേരത്തെ സൂചിപ്പിച്ചത്. പക്ഷേ മുഖ്യമന്ത്രി ഒന്നുകൂടി കടന്ന് ആന്റണി, അടൂർ പ്രകാശ് തുടങ്ങിയവർക്ക് എങ്ങനെയാണ് പോറ്റിയും ഗോവർദ്ധനുമായി ഇത്ര അടുത്ത ബന്ധം, എങ്ങനെയാണ് സോണിയാഗാന്ധിയെ പോലെ ഇത്രയധികം സുരക്ഷയുള്ള ഒരു വ്യക്തിയുടെ അടുത്തേക്ക് ഇവരെ കൊണ്ടുപോകുന്നത്, എന്താണ് സോണിയാഗാന്ധിയുടെ കയ്യിൽ ഇവർ കെട്ടിക്കൊടുത്തത്, ഇതിനെ പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും അടക്കമുള്ളവർ മറുപടി പറയണം. മുഖ്യമന്ത്രിയുടെ ഒപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്ന ചിത്രങ്ങളും പ്രചരിക്കുന്ന അതിന് വിശദീകരണം അദ്ദേഹം നൽകുകയുണ്ടായി. നമ്മളിപ്പോൾ വാർത്താ സമ്മേളനം നടന്ന ഇപ്പോൾ നമ്മൾ ഇവിടെ നിൽക്കുന്ന ഈ ഇതിന് മുൻവശമുള്ള മുഖ്യമന്ത്രി കാർ പാർക്ക് ചെയ്യുന്ന പോർട്ടിക്കോയുണ്ട്, നോർത്ത് ബ്ലോക്കിന്റെ പോർട്ടിക്കോയിൽ. അവിടെയാണ് പോലീസിന് സംഭാവന ലഭിച്ച ആംബുലൻസ്, ശബരിമലയിലേക്ക് ലഭിച്ച ആംബുലൻസ്, അതിന്റെ ഫ്ളാഗ് ഓഫിലാണ് ഇയാൾ പങ്കെടുത്തത്. അത് ഒരു പൊതുപരിപാടി എന്ന് വേണമെങ്കിൽ പറയാമല്ലോ. അങ്ങനെയല്ലല്ലോ സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് ഇയാൾ എത്തിയത്. അത്ര സുരക്ഷയുള്ള സ്ഥലത്തേക്ക് കെ കരുണാകരനെ പോലെയുള്ള നേതാക്കൾക്ക് പോലും എത്താൻ കഴിയില്ലെന്ന് കരുണാകരൻ ഉൾപ്പെടെ നേതാക്കൾ പരാതിപ്പെട്ട സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനും എത്തിയെന്ന ചോദ്യമാണ് കോൺഗ്രസിനോട് മുഖ്യമന്ത്രി ചോദിക്കുന്നത്. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇനിയൊരു പ്രതിരോധത്തിൽ മാത്രമല്ല കടന്നാക്രമണത്തിനോട് തയ്യാറെടുക്കുകയാണ് സർക്കാരും ഇടതുമുന്നണിയും. രഞ്ജിത്ത്, അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും പല ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞുകൊണ്ടാണ്, കൂടുതൽ സമയം വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ടാണ് മുഖ്യമന്ത്രി അവസാനിപ്പിച്ചത്. സാധാരണ ഒരു 3/4 മണിക്കൂറോട്ടൊക്കെ തീരുന്ന വാർത്താ സമ്മേളനം ഇന്ന് 1.25 മണിക്കൂറിലധികം മുഖ്യമന്ത്രി ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ എടുത്തു എന്നതും ഏറെ ശ്രദ്ധേയമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ശേഷം മുഖ്യമന്ത്രി നടത്തിയ ആദ്യ വാർത്താ സമ്മേളനം കൂടിയായിരുന്നു ഇത്. തിരിച്ചുവരാം ഇടവേളയ്ക്ക്.